കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ എന്നെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവിൽ എന്നെ വഴി നടത്തുന്ന പ്രിയതങ്ങളുടെ വന്ദനം അറിയിക്കുന്നു. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ചായിരിക്കുന്നത് യാദൃശ്യമല്ല. ദൈവവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, പിതാവ് ആവശ്യിക്കാതെ ആരും പൊന്നിൻ്റെ അടുക്കൽ വരത്തില്ല. ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷ, ഈ പ്രോഗ്രാം നിങ്ങൾ കാണുമ്പോൾ ഓർത്തോണം, പിതാവ് നിങ്ങളെ തിരഞ്ഞെടുത്തതുകൊണ്ട്, കർത്താവ് യേശു ക്രിസ്തു നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഇന്ന് രാവിലെ കാണുന്നത്. ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയൊരു അനുഗ്രഹം ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വചന ശുശ്രൂഷ കേൾക്കുവാൻ പോവുകയാണ്. കൊട്ടാരക്കര നടന്ന വിടുതൽ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ ദാസൻ തോമസിലൂടെ നമ്മൾ കേട്ട ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷ, അതിലേക്ക് നമ്മൾ പ്രാർത്ഥനയോടെ നമുക്ക് കടന്നു പോകാം. ഇന്ന് കേൾക്കുന്ന ഓരോ വാക്കുകളും ജീവനും ചൈതന്യമുള്ള ദൈവവചനമാണ്. അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ജീവൻ ഓരോ ശരീരത്തിലും വ്യാപിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആ പ്രോഗ്രാമിലേക്ക് പോകാം. കർത്താവ് സമൃദ്ധമായി ഇവരെയും അനുഗ്രഹിക്കുന്നു. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. He is Lord, He is Lord. He has risen from the dead and He is Lord. Every knee shall bow, every tongue confess that Jesus Christ is Lord. എല്ലാ കരങ്ങളും ഉയർത്തി. Every knee shall bow, every tongue confess that Jesus Christ is Lord. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും ഇന്ന് രാത്രി മടങ്ങും. ഒന്ന് വായിക്കാം. 1 പത്രോസ് 3:9 മുതൽ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ. എല്ലാവരും ഒന്ന് പറഞ്ഞ്, അനുഗ്രഹം അനുഭവിക്കാനാ എന്നെ വിളിച്ചത്. ഒന്ന് വിളിച്ച് പറയുമോ? അനുഗ്രഹത്തെക്കുറിച്ചുള്ള പ്രസംഗം കേൾക്കാനല്ല, മറ്റുള്ളവർ അനുഗ്രഹം അനുഭവിക്കുന്നത് കാണാനല്ല, കേൾക്കാനല്ല, അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കാനുമല്ല, അനുഗ്രഹം അനുഭവിക്കാനാണ് നമ്മളെ കർത്താവ് വിളിച്ചത്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. എന്താണ് ഈ അനുഗ്രഹം? അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനുഷ്യൻ്റെ മനസ്സിലേക്ക് സാമ്പത്തിക നന്മയാണ് വരുന്നത്. അതെ, സാമ്പത്തിക നന്മ അനുഗ്രഹം തന്നെയാണ്. എന്നാൽ ഒന്ന് ഞാൻ പറയാം, പൈസ കൊണ്ട് അനുഗ്രഹം വരത്തില്ല. പക്ഷേ അനുഗ്രഹമുള്ളിടത്ത് നിനക്ക് ആവശ്യമുള്ള പണം, വേദനയില്ലാത്ത പണം, അനുഭവിക്കുന്ന പണം മാത്രമല്ല, മറ്റ് നല്ല കാര്യങ്ങൾക്ക് കൊടുക്കുവാനും കൈകളിൽ ഉണ്ടാകും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. എന്നാൽ സാമ്പത്തികത മാത്രമല്ല അനുഗ്രഹം. എൻ്റെ ഭവനം ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും അധികം സാമ്പത്തിക ശേഷിയുള്ള ഒരു ഭവനത്തിലാണ് ഞാൻ പിറക്കാനിടയായത്. എന്നാൽ എൻ്റെ പിതാവിൻ്റെ 3 സഹോദരങ്ങളും ഒന്നിന് പുറകെ ഒന്നായി ആ വീട്ടിൽ രോഗികളായി. 3 ശവപ്പെട്ടി, 18, 16, 20 ഒക്കെ വയസ്സുള്ള 3 കുഞ്ഞുങ്ങളുടെ ശവപ്പെട്ടി ഒരേ വീട്ടിൽ വെച്ചു. എൻ്റെ പിതാവിന് അന്ത്യകൂദാശ വരെ കൊടുത്തതാണ്. ഏറ്റവും സാമ്പത്തിക ശേഷി, ഏറ്റവും വലിയ വീട്, എല്ലാം പറയാനുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, പണം കൊണ്ട് അനുഗ്രഹം ഉണ്ടാകില്ല, പക്ഷെ ദൈവാനുഗ്രഹമുള്ളിടത്ത് അനുഭവിക്കാനുള്ള പണവും കൂടെ തരും. ഞങ്ങളുടെ ഭവനത്തിൽ വളരെ പണമുണ്ടായിരുന്നു, പക്ഷെ കൂടുതൽ പണവും ഞങ്ങൾ അനുഭവിച്ചില്ല, ആശുപത്രികളിൽ ഒക്കെ പോയി. തുടർന്ന് എൻ്റെ തലമുറയിലും പല ശാപങ്ങൾ, കെട്ടുകൾ വന്നു. എൻ്റെ സഹോദരിമാർ രോഗത്തിൽ ബന്ധിതരായി. 2 സഹോദരിമാർ പഠിത്തം ഇടയ്ക്ക് വെച്ച് നിർത്തി വീട്ടിൽ നിൽപ്പായി. മൂത്ത സഹോദരിയുടെ ഭർത്താവ് മരിക്കുന്നു. ഞങ്ങൾ തുടങ്ങുന്ന ബിസിനസ് തകരുന്നു. വാങ്ങിയ ഒരു എസ്റ്റേറ്റ് തകർച്ച ഉണ്ടാകുന്നു. സ്കൂളിൽ ഏറ്റവും നല്ല വിദ്യാർത്ഥിയായി പഠിച്ച് പാസ്സായ ഞാൻ കോളേജിൽ വന്ന് എൻ്റെ വിദ്യാഭ്യാസത്തെ സാത്താൻ തകർക്കുന്നു.
എൻ്റെ സ്കൂളിലെ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് റാങ്ക് ആയിരുന്നു ഞാൻ. എന്നാൽ ചങ്ങനാശ്ശേരി SB കോളേജിൽ പഠിക്കുമ്പോൾ മദ്യം, മയക്കുമരുന്ന്, ചീട്ടുകളി ഇതിലേക്ക് തകർന്ന് ഒടുവിൽ ഡിഗ്രി പഠിക്കുമ്പോൾ ഒറ്റ ക്ലാസ്സിലും കയറാതെ വെറുതെ ഒരു ലക്ഷ്യവുമില്ലാത്തവനായി തകർന്ന് നടന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒടുവിലെല്ലാം തോറ്റ് പരാജയപ്പെട്ട് തിരുവനന്തപുരം പട്ടണത്തിൽ വീണ്ടും പഠിക്കാനായി പോയി ചേർന്നപ്പോൾ അവിടെ കൊണ്ട് മാതാപിതാക്കൾ ചേർത്തു. അവിടുത്തെ അധമ വഴികളിൽ സഞ്ചരിച്ച് ഒടുവിൽ മദ്യപിച്ച് ലക്ക് കേട്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പിടിക്കപ്പെട്ട് പോലീസുകാരുടെ കയ്യാൽ അടികൊണ്ട് ഒരു മ്ലേച്ഛനെ പോലെ നിന്ന വ്യക്തിയാ ഇന്ന് രാത്രി കൊട്ടാരക്കര പട്ടണത്തിൽ നിങ്ങളുടെ നടുവിൽ കർത്താവ് നിർത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പേരാണ് കൃപ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. എൻ്റെ നന്മയല്ല, എൻ്റെ കഴിവല്ല, എൻ്റെ ഒന്നുമല്ല. പ്രിയപ്പെട്ടവരെ, ആ ശാപം പിടിച്ച ഭവനത്തെ യേശു എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ, എന്നിലൂടെ ആ ഭവനത്തിൽ വന്നപ്പോൾ എല്ലാ നിലയിലുമുള്ള അനുഗ്രഹത്തിലേക്ക് എൻ്റെ ഭവനത്തെ കർത്താവ് നടത്തി. ഞങ്ങളുടെ തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. എല്ലാ ശാപക്കെട്ടുകളും പൊട്ടി, പാരമ്പര്യമായ ബന്ധനങ്ങൾ അഴിഞ്ഞു. മാത്രമല്ല വിദ്യാഭ്യാസപരമായി എല്ലാവരെയും കർത്താവ് ഉയർത്തി. ലോകത്തിൻ്റെ ഉന്നതങ്ങളിൽ കർത്താവ് എത്തിച്ചെങ്കിൽ ഞങ്ങളുടെ മക്കളെല്ലാം ദൈവകൃപയുള്ളവരായി, പ്രവചിക്കുന്നവരായി, അഭിഷേകം പ്രാപിച്ചവരായി ഇന്ന് കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുമ്പോൾ ഞാൻ വിളിച്ചു പറയട്ടെ, കുറച്ച് പണമല്ല അനുഗ്രഹം, എന്നാൽ അനുഗ്രഹമുള്ളിടത്ത് പണം വരും. അനുഗ്രഹം എന്നതിന് നമ്മുടെ നാട്ടുകാർ പറയുന്നൊരു വാക്കുണ്ട്, ഐശ്വര്യം എന്ന് പറഞ്ഞ്. ഐശ്വര്യം എന്ന വാക്ക് മലയാളത്തിലെ ഈശ്വരൻ എന്ന പദത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. ഈശ്വരൻ ഉള്ള അവസ്ഥ ഐശ്വര്യം, അഥവാ ദൈവം ഉള്ള അവസ്ഥയ്ക്കാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. എല്ലാവരും പറഞ്ഞ് എന്താണ് അനുഗ്രഹം? ഉറക്കെ പറഞ്ഞ്. നമ്മളൊരു വീട്ടിൽ ചെല്ലുന്നു. അതെ, എൻ്റെ ഭവനം പോലെ ഒരു വീട് പണ്ടായിരുന്ന അവസ്ഥ എല്ലാം ഉണ്ട്. പക്ഷേ മുഴുവൻ രോഗം, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക്, പഴിചാരൽ, നിരാശ, ഭയം എല്ലാം ഉണ്ടെങ്കിലും അനുഭവിക്കാൻ കഴിയുന്നില്ല. വേദന മാത്രം മിച്ചം. ആ വീട്ടിൽ കയറിയിട്ടിറങ്ങുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയും, എന്തെല്ലാം ഉണ്ടെങ്കിൽ എന്താ ഐശ്വര്യമില്ല. എന്നാൽ മറ്റൊരു വീട്ടിൽ നിങ്ങൾ ചെല്ലുന്നു, അവിടെ ഓലപ്പെരയായിരിക്കാം, ചെറ്റക്കുടിലായിരിക്കാം, പക്ഷേ അവിടെ ഭർത്താവും ഭാര്യയും ദൈവകൃപയിൽ ആശ്രയിച്ച് മക്കളുണ്ട്. അവരെല്ലാവരും ദൈവസ്നേഹം അനുഭവിക്കുന്നു. ആ മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുന്നു. ഉള്ള കഞ്ഞി സന്തോഷത്തോടെ അവർ കഴിക്കുന്നിടത്തൊരു സ്വർഗം ഇറങ്ങി വരുന്നു. പക്ഷെ ഒന്ന് ഞാൻ പറയാം, കർത്താവുള്ള വീട് എന്നും അങ്ങനെ കിടക്കത്തില്ല. അത് ഉയർന്ന് ഭൗതികമായി കൊടുപ്പാൻ തക്കവണ്ണം കർത്താവ് അവരുടെ കരങ്ങളിൽ കൊടുക്കും. അങ്ങനെ ഒരു ഭവനത്തെ കണ്ടാൽ നിങ്ങൾ ഞാനും പറയും, ഒന്നുമില്ലെങ്കിൽ എന്താ ഐശ്വര്യമുണ്ട്. ഉറക്കെ പറഞ്ഞേ, ഐശ്വര്യം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ഏദൻ തോട്ടത്തിലാക്കി. ദൈവവും മനുഷ്യനും കൂട്ടായ്മ ആചരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ ഒന്നിനും കുറവില്ലായിരുന്നു. രോഗമില്ല, ദാരിദ്ര്യമില്ല, ശാപമില്ല, മരണമില്ല, വേർപ്പില്ല, കഷ്ടതയില്ല, അധ്വാനമില്ല, പട്ടിണിയില്ല, യുദ്ധമില്ല, യുദ്ധശ്രുതികളില്ല, കയ്പില്ല, പകയില്ല, പിണക്കമില്ല, കുടുംബത്തകർച്ചയില്ല, കേസില്ല, വഴക്കില്ല, നിരാശയില്ല, ദാരിദ്ര്യമില്ല. മറിച്ച് സമൃദ്ധി, അനുഗ്രഹം, നന്മ, സന്തോഷം, ഉയർച്ച, വിശാലത, സ്നേഹം, സകലതും നിറഞ്ഞ ഒരനുഭവമാണ് അനുഗ്രഹം. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഈശ്വരൻ, ദൈവം കൂടെ ഇരിക്കുമ്പോൾ മനുഷ്യൻ അനുഭവിക്കുന്നതാണ് അനുഗ്രഹം അഥവാ ഐശ്വര്യം. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ എല്ലാ മതങ്ങളും ഒരുപോലെ സമ്മതിക്കുന്നു, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നുപോയി. അകന്നു പോയത് മുതൽ ആ ഭവനത്തിൽ തകർച്ച തുടങ്ങി. ആദമിൻ്റെ ഹവ്വയുടെ ഭവനത്തിൽ ദൈവസാന്നിധ്യം വിട്ടുകഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നു, ആ കുടുംബ ജീവിതത്തിൽ പ്രശ്നമായി. ഭർത്താവ് ഭാര്യയെ കുറ്റം പറയാൻ തുടങ്ങി. അവർ രണ്ടുപേരും ചേർന്ന് ദൈവത്തെ പഴിചാരാൻ തുടങ്ങി. പഴിചാരലിൻ്റെയും കുറ്റം പറയലിൻ്റെയും കുറ്റം വിധിക്കലിൻ്റെയും ഒരു സ്ഥലമായി മാറി. എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരോടും കുടുംബങ്ങളോടും ഞാൻ പറയാം, നിങ്ങളുടെ വീട് നിങ്ങൾക്ക് നരകമാക്കാം, സ്വർഗമാക്കാം. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ, നിങ്ങളുടെ വീട് നരകമാക്കാം, സ്വർഗമാക്കാം. പ്രൈസ് ദി ലോർഡ്. ഒരു വീട് തമ്മിൽ പഴിചാരുകയും നീ കാരണമാ എന്ന് ഭർത്താവും ഭാര്യയും പറയുമ്പോൾ അവിടെ നരകമാവും. എന്നാൽ ഒരു വ്യക്തിയിൽ, ഒരു ഭർത്താവിൽ യേശു വരുമ്പോൾ, ഒരു ഭാര്യയിൽ യേശു വരുമ്പോൾ ആ ഭർത്താവും ഭാര്യയും ഇങ്ങനെ പറയും, നീ ഇന്നതൊക്കെ ചെയ്തെങ്കിലും സാരമില്ല, ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു, അടുത്ത തവണ നിനക്ക് നന്നായി അത് ചെയ്യാൻ പറ്റും. അവിടെ സ്വർഗം വരും. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു വീട്ടിൽ കോടിക്കണക്കിന് രൂപയുണ്ട്, ആയിരക്കണക്കിന് ഏക്കർ എസ്റ്റേറ്റ് ഉണ്ട്, ആകെ 2 മക്കളുണ്ട്. അവർ തമ്മിൽ ആ വസ്തുവിന് വേണ്ടി, ആ പൈസയ്ക്ക് വേണ്ടി തമ്മിലടിച്ച് എന്നും യുദ്ധവും കലഹവുമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതാണ് നരകം. എന്നാൽ ഇതാ മറ്റൊരു വീട്ടിൽ ഒരു ഭർത്താവും ഭാര്യയുമുണ്ട്, അല്ലെങ്കിൽ 2 കുഞ്ഞുങ്ങളുണ്ട്. ആ ഭർത്താവിനും ഭാര്യയ്ക്കും അന്ന് വൈകിട്ട് കഴിക്കാൻ ഒരു പിടി കഞ്ഞി മാത്രമേ ഉള്ളൂ.
എന്നാൽ പ്രിയപ്പെട്ടവരെ, ഭർത്താവ് പറയാണ് എനിക്ക് വിശക്കുന്നില്ല, ഭയങ്കര വിശപ്പുണ്ട്, നീ കഴിച്ചോളൂ. എന്നാൽ ഭാര്യ പറയാണ് എനിക്ക് വിശക്കുന്നില്ല, നിങ്ങൾ കഴിച്ചോളൂ. പ്രൈസ് ദി ലോർഡ്. സ്വയം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ഇതാ അവിടെ സ്വർഗം ഇറങ്ങി വരികയാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. പഴിചാരലും തമ്മിൽ കുറ്റം പറയുന്നിടത്ത് നരകം ഇറങ്ങി വരുമ്പോൾ യേശുവിനെ വിളിച്ച് അവിടെ കുറവുകൾ സഹിക്കുകയും കുറവുകൾ വഹിക്കുകയും ചെയ്യും. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. അതാണ് യേശു പറഞ്ഞത്. ആ യേശുവിൽ ദൈവവചനം എഫേസ്യ ലേഖനം പറയുകയാണ്, ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ ക്ഷമിക്കുവിൻ. അതുപോലെ തന്നെ നമ്മളിങ്ങനെ വായിക്കുന്നു, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. ഒന്ന് പറഞ്ഞേ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. എങ്ങനെയാണ് ക്രിസ്തു സഭയെ സ്നേഹിച്ചത്? ദൈവമക്കളെ, ദൈവം ഒരു വീട്ടിൽ വരുമ്പോൾ നരകമായ വീട് സ്വർഗമായി മാറും. ആദ്യം സംഭവിക്കുന്നത് ഹൃദയത്തിൽ സമാധാനമുണ്ടാവും, കയ്പും പകയും വിട്ടുമാറും, തമ്മിൽ അംഗീകരിക്കാൻ സാധിക്കും. ആ കുടുംബത്തിലെ ഇരുട്ട് മാറി ആ കുടുംബത്തിൽ വെളിച്ചം വരികയാണ്. പഴിചാരലും കുറ്റം പറയലുകളും മാറും. നീ കാരണമായി എന്നുള്ളത് മാറിയിട്ട് സാരമില്ല, നമുക്ക് കർത്താവിൽ കൈകോർക്കാം, ഒന്നിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ പെയ്യുമ്പോൾ ആ കുടുംബത്തിലേക്ക് വെളിച്ചം ഇറങ്ങി വരും, അവിടുത്തെ ഇരുള് മുഴുവൻ വിട്ടുമാറും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ആ ഭവനം ഒരു സ്വർഗമായി മാറ്റപ്പെടുകയാണ്. യേശു വന്നാൽ വീട് സ്വർഗമാകും. മാത്രമല്ല, യേശു ഒരു വ്യക്തിയിൽ വന്നാൽ കർത്താവ് ഇന്ന് പണിയുന്ന സ്വർഗം അവൻ്റെ വീടായിത്തീരും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അപ്പോൾ ഭൗതികമായ കുറച്ച് നന്മകൾ മാത്രമല്ല അനുഗ്രഹം. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിനകത്ത് സമാധാനം, സന്തോഷം, ആരോഗ്യം, കർത്താവ് എന്നെ പുലർത്തും എന്നുള്ള സുരക്ഷിതത്വ ബോധം. ഒരു വിഷയത്തിലും ഞാൻ പതറണ്ട, ഞാൻ യേശുവിൻ്റെ കയ്യിലാണെന്ന ബോധം. മാത്രമല്ല, ഇന്ന് ഞാൻ മരിച്ചാൽ എൻ്റെ ആത്മാവ് യേശുവിൻ്റെ കയ്യിലായിരിക്കും. മരണഭയമില്ലാത്ത പ്രത്യാശ നിറഞ്ഞൊരനുഭവം. മാത്രമല്ല, അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തി ഭൗതിക കാര്യങ്ങളിലും നിത്യസ്വർഗത്തിൽ മാത്രമല്ല, ആ വ്യക്തി മറ്റുള്ളവർക്കെല്ലാം ഒരു അനുഗ്രഹമായിരിക്കും. യേശു കയറിയ പത്രോസിൻ്റെ പടകിൽ പത്രോസിൻ്റെ വള്ളം മാത്രമല്ല നിറഞ്ഞത്, അടുത്ത പടകുകളെ കൂടെ വിളിച്ച് അവയിലിടാൻ പറ്റിയതുപോലെ കവിഞ്ഞ് ഒഴുകുന്ന അനുഗ്രഹം ഉണ്ടാവും. ഒരു വ്യക്തിയിൽ യേശു വരുമ്പോൾ അവൻ അനുഗ്രഹിക്കപ്പെടുന്നത് ശരീരത്തിലും ഭൗതികമായി മാത്രമല്ല, ആത്മീയത്തിലും മനസ്സിലും ശരീരത്തിലും അനുഗ്രഹിക്കപ്പെടും. ഒരു വ്യക്തിക്ക് 3 വ്യക്തമായ ഭാഗങ്ങളുണ്ട്: ആത്മാവ്, മനസ്സ്, ശരീരം. ഈ 3 ഭാഗങ്ങളിലും അവൻ അനുഗ്രഹിക്കപ്പെടും, അഥവാ കവിഞ്ഞ് ഒഴുകുവാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. യേശു ആത്മീയ അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞത്, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജല നദികൾ ഒഴുകും. ദാഹിക്കുന്നവൻ വരട്ടെ, ഒരു കുപ്പി വെള്ളം തരാം, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം തരാമെന്ന് പറഞ്ഞാൽ പോരെ. പക്ഷേ യേശു അങ്ങനെയല്ല പറഞ്ഞത്. ഈ മീറ്റിങ്ങിൽ നിങ്ങളുടെയും എൻ്റെ ദാഹം തീർക്കാൻ, ഭാരം തീർക്കാൻ, വിടുതൽ പ്രാപിക്കാൻ ഇന്ന് ഇവിടെ വന്നെങ്കിൽ കർത്താവ് നിനക്ക് മാത്രം വിടുതൽ തന്നിട്ടല്ല അയക്കാൻ പോകുന്നത്. ഒരു ഗ്ലാസ് വെള്ളമോ ഒരു കുപ്പി വെള്ളമോ അല്ല, മറിച്ച് നിന്നിൽ നിന്നൊരു നദി ഒഴുകുന്ന പോലെ. ദൈവ പൈതലെ, നീ ചെല്ലുന്ന വീട്ടിൽ ആദ്യം ആ നദി നിറയും. നീ ചെല്ലുന്ന സ്കൂളിൽ ആ നദി നിറയും. നീ ചെല്ലുന്ന ഓഫീസിൽ ആ നദി നിറയും. നീ ചെല്ലുന്ന സമൂഹത്തിൽ ആ നദി നിറയും. നീ നിമിത്തം മറ്റുള്ളവരും അനുഗ്രഹിക്കപ്പെടും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. അഥവാ ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന് പ്രാർത്ഥിക്കുന്നു, വിടുതലെടുക്കുന്നു, മറ്റാർക്കും എന്നെക്കുറിച്ച് കൊണ്ട് ഗുണമില്ലെങ്കിൽ ഞാൻ കവിഞ്ഞൊഴുകാൻ തുടങ്ങിയില്ല. എന്നാൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്കും വിടുതലാകുന്നെങ്കിൽ എൻ്റെ അനുഗ്രഹം കവിഞ്ഞൊഴുകി. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ്, അനുഗ്രഹം കവിഞ്ഞൊഴുകട്ടെ. യേശു ഇടയനായിരിക്കുന്ന ആട് ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. എല്ലാവരും പറഞ്ഞ് നിറഞ്ഞ് കവി. യേശു പറഞ്ഞു കൊടുപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. കിട്ടിയാൽ കൊടുപ്പീൻ എന്നല്ല, ഉള്ളത് കൊടുപ്പീൻ. അപ്പോൾ എന്ത് ചെയ്യും? അമർത്തി. എല്ലാവരും ഒന്ന് കൈകൊണ്ട് കാണിച്ച്. അമർത്തി കുലുക്കി. ആർക്കാ കുലുക്കുന്നത്? ഏറ്റവും ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുമ്പോൾ ആ ചാക്ക് ഒന്നുകൂടെ ഒന്ന് കുലുക്കും, എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അമർത്തും. അമർത്തി കുലുക്കി. എങ്ങനെയാണ്? കവിയും തളവ്. അടുത്തിരിക്കുന്നുള്ള പറഞ്ഞ്, നിറവ് നിനക്ക്, കവിച്ചിൽ മറ്റുള്ളവർക്ക്. അങ്ങനെ നിന്നെ ആക്കാനാണ് കർത്താവ് പോകുന്നത്. അനേകർക്ക് നിന്നെ ഒരു അത്ഭുതമാക്കാൻ പോവുക. നീ കൈവെക്കുമ്പോൾ രോഗി സൗഖ്യമാകും. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം. നീ പ്രവചിക്കുന്ന വ്യക്തിയായി മാറും.
മറ്റുള്ളവരുടെ പ്രവചനം കേൾക്കാൻ ഓടി നടക്കുകയല്ല. നീ ഒരു വ്യക്തിയെ കണ്ടാൽ നീ ഒരു വാക്ക് പറയുമ്പോൾ അവരുടെ ഭാരം മാറും. നീ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട് നിറയും. ഇന്ന് ശാപഭവനത്തിൽ നിന്നായിരിക്കാം ബ്രദറെ നീ വന്നത്, ഇന്ന് എല്ലാം തകർന്നൊരു വീട്ടിൽ നിന്നായിരിക്കാം വന്നത്. എന്നാൽ യേശു പറയുന്നു, എൻ്റെ അടുക്കൽ വന്നാട്ടെ, നിന്നിൽ നിന്ന് ജീവജല നദികൾ ഒഴുകും. ഈ ദിവസങ്ങളിൽ ഈ ടെന്റിൽ കാലുകുത്തി ഓരോരുത്തരോട് ഞാൻ പറയാം, നിങ്ങൾ ഇവിടുന്ന് മടങ്ങാൻ പോകുന്നത് ഒരു പാത്രത്തിൽ വെള്ളവുമായിട്ടല്ല, ഒരു കുപ്പിയിൽ വെള്ളവുമായിട്ടല്ല, അല്പം ദാഹം തീർന്നിട്ടല്ല. ബ്രദറെ, സിസ്റ്ററെ, കുഞ്ഞെ, അമ്മേ, നീ മടങ്ങി ചെല്ലുമ്പോൾ നീ നിമിത്തം യേശുവിൻ്റെ അനുഗ്രഹം ആ ഭവനത്തെ നിറയ്ക്കാൻ പോവുക. കരമടിച്ച് വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. എല്ലാവരും പറഞ്ഞേ, ആത്മീയമായി കവിഞ്ഞൊഴുകണം. ഉറക്കെ പറഞ്ഞേ. ഇനി ശാരീരിക ആരോഗ്യത്തിൽ കർത്താവ് കവിഞ്ഞൊഴുക്ക് തരും. പ്രൈസ് ദി ലോർഡ്. രോഗശാന്തി അല്ല കർത്താവിൻ്റെ പദ്ധതി, ആരോഗ്യമാണ്. ഉറക്കെ പറഞ്ഞ ആരോഗ്യം. അതാണ് യോഹന്നാന്റെ ലേഖനം പറഞ്ഞ, പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമാകുന്ന പോലെ. വാസ്തവത്തിൽ സോളെന്ന ചിന്ത, മനസ്സ്, നിന്റെ ചിന്താഗതി ഒന്ന് നന്നാക്കിക്കേ. അഥവാ വിടുതലിനെ കുറിച്ച്, സൗഖ്യത്തിനെ കുറിച്ച് നിന്റെ ചിന്തയിലുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റിക്കേ. രോഗം ദൈവം തരും. നീ എന്നും ഇങ്ങനെ കിടക്കണം, നിന്റെ അപ്പൻ ചെയ്തതിൻ്റെ അമ്മ ചെയ്തതിൻ്റെ എല്ലാം കഷ്ടം നീ വഹിച്ചേ ഒക്കത്തുള്ളൂ. ഇങ്ങനെ ഒത്തിരി ധാരണകളുള്ള ഒരു മനസ്സിന് ഒരിക്കലും വിടുതൽ കിട്ടത്തില്ല. ധാരണ തിരുത്തുക, അനുഗ്രഹം പ്രാപിക്കുക. നീയും നിന്റെ അപ്പനും വല്യപ്പനും മാത്രമല്ല, ആരോ നിനക്കെതിരെ ചെയ്തതുമായ കൈയെഴുത്ത് മുഴുവൻ യേശു ക്രൂശിൽ മായ്ച്ചു കളഞ്ഞു. നമുക്കെതിരെയുള്ള മുഴുവൻ കൈയെഴുത്തും കർത്താവ് മായ്ച്ചതിനായി നമുക്ക് ആർപ്പോടെ കർത്താവിനെ സ്തുതിക്കാം. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കരം അടിച്ചുകൊണ്ട് വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. പഴയ നിയമത്തിലെ വ്യക്തികൾക്ക് അവരുടെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം അവരുടെ പ്രവൃത്തിയാണ്. നീ ഇതെല്ലാം ചെയ്താൽ നീ അനുഗ്രഹിക്കപ്പെടും. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മുടെ അനുഗ്രഹത്തിൻ്റെ നിദാനം നിന്റെ പ്രവൃത്തിയല്ല, നിനക്ക് വേണ്ടി വേറൊരുവൻ പ്രവർത്തിച്ചതാണ്. അവൻ്റെ പേരെന്ന് വിളിച്ചു പറഞ്ഞാട്ടെ. ക്രൂശിൽ പല എക്സ്ചേഞ്ച് ഓഫറുകൾ നടന്നു. നമ്മളിങ്ങനെ വായിക്കുന്നു, നാം അനുഗ്രഹമാകാൻ അവൻ ശാപമായി. ഉറക്കെ പറഞ്ഞേ. എക്സ്ചേഞ്ച് ഓഫറുകൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങളുടെ പഴയ ഫ്രിഡ്ജ് കൊണ്ടുവരിക, പുതിയ ഫ്രിഡ്ജ് കൊണ്ടുപോവുക. നിങ്ങൾ പഴയ കാർ കൊണ്ടുവരിക, പുതിയ കാർ കൊണ്ടുവരിക. പക്ഷേ പൈസ കൊടുക്കണം. പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത്, എക്സ്ചേഞ്ച് ഓഫറൊക്കെ വാസ്തവത്തിൽ പലപ്പോഴും കാര്യമായിട്ടൊന്നും നടക്കത്തില്ല, വിലയൊക്കെ ചൊവ്വേ കൊടുക്കണം. എന്നാൽ ഇവിടെ ഇതാ ഒരു യഥാർത്ഥ ഗ്രാൻഡ് എക്സ്ചേഞ്ച് ഓഫർ, പൂർണ്ണമായി സൗഖ്യമായ, പൂർണ്ണമായി സൗജന്യമായ എക്സ്ചേഞ്ച് ഓഫർ. നിന്റെ തകർന്ന ജീവിതം കൊണ്ടുവരിക, എൻ്റെ നിറഞ്ഞ ജീവിതം കൊണ്ടുപോവുക. നിന്റെ ക്ഷീണിച്ച മനസ്സ് കൊണ്ടുവരിക, നിറഞ്ഞ ഹൃദയം കൊണ്ടുപോവുക. നിന്റെ ശൂന്യമായ അവസ്ഥ കൊണ്ടുവരിക, പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊണ്ടുപോവുക. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ ശാപമെടുത്തു, അനുഗ്രഹം തന്നു. ഉറക്കെ പറഞ്ഞ, ശാപമെടുത്തു, അനുഗ്രഹം വന്നു. 2 കൊരിന്ത്യർ 8:9 വായിക്കും, നമ്മുടെ കർത്താവായ യേശു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് അവൻ എന്ത് ചെയ്തു? ദരിദ്രനായി. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. എൻ്റെ ചോദ്യം ഇതാണ്, ഇത് നമ്മൾ ആത്മീയമായി സമ്പന്നരാകണമെന്നാണോ അതോ ഭൗതികമായി പൈസയിൽ സമ്പന്നരാകണമെന്നാണോ? ആത്മീയമായി സമ്പന്നരാകണമെന്ന് പറഞ്ഞവർക്കാരെ ഉയർത്തിപ്പിടിച്ചാട്ട്. ഇതാണ് വലിയൊരു അബദ്ധം പറ്റിയിരിക്കുന്നത്. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, സ്റ്റഡി ദ ടെക്സ്റ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ്. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, വചനം എഴുതിയ പശ്ചാത്തലം നോക്കി പഠിക്കണം. ഒന്ന് പറഞ്ഞേ. 2 കൊരിന്ത്യർ 8:9. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നു. ദൈവമക്കളെ, അതിന്റെ 1-ാം വാക്യം വായിക്കപ്പെടുന്നത് ശ്രദ്ധിച്ചേ. സഹോദരന്മാരെ, മക്കെദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. അടുത്ത വാക്യം, വിശുദ്ധന്മാരുടെ സഹായത്തിലുള്ള ധർമ്മവും. ശ്രദ്ധിക്കണേ, അന്നത്തെ കാലത്ത് തീസ്തോസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു ധർമ്മശേഖരം, ഒരു സാമ്പത്തിക കളക്ഷൻ. അടുത്തിരിക്കുന്ന ആൾ പറ, ഇത് സാമ്പത്തിക കളക്ഷനെ കുറിച്ചാണ് ഈ 2 അധ്യായങ്ങളെന്ന് പറഞ്ഞേ. ഭൗതിക കാര്യമാണ് 2 കൊരിന്ത്യർ 8:9. ഒന്ന് പറഞ്ഞേ. മക്കദോന്യ സഭകൾ ദാരിദ്ര്യമായിരുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ തീത്തോസ് എടുത്ത കളക്ഷനിൽ അവരുടെ കയ്യിൽ കുറവാണേലും ഹൃദയം സമ്പന്നമായിരുന്നു. അതാണ് അവിടെ പൗലോസ് പറയുന്നത്, അവർ ഹൃദയം തുറന്നു കൊടുത്തു. ഇപ്പം സമ്പന്നത എന്ന് പറയുന്നത് കയ്യിൽ പൈസ ഉള്ളതല്ല,
ഹൃദയം കൂടെ നിറഞ്ഞു കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, നമ്മുടെ കർത്താവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നൻ. ഓർക്ക പറഞ്ഞ്, നൽകുവാൻ തക്കവണ്ണം സമ്പന്നൻ. നമ്മുടെ കർത്താവായ യേശു സമ്പന്നനായിരുന്നിട്ടും അവൻ എന്തായി മാറി? അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകണം. യേശു എവിടെയാ ദരിദ്രനായത്? ക്രൂശിലാണ് എക്സ്ചേഞ്ച് നടന്ന്. അടുത്തിരിക്കുന്ന ആൾ പറ, ക്രൂശിൽ എക്സ്ചേഞ്ച് നടന്നു. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു ഈ ലോകത്ത് ജീവിച്ചപ്പോൾ ദരിദ്രനായിരുന്നു. ഞാനും അങ്ങനെ കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. എന്നാൽ യേശു ലോകത്ത് ജീവിച്ചപ്പോൾ ദരിദ്രനല്ല. യേശു ഒരിക്കൽ യൂദായോട് സംസാരിക്കുന്ന കേട്ടപ്പോൾ ദരിദ്രന്മാർക്ക് വല്ലതും കൊടുക്കുകയായിരിക്കും എന്ന് വിചാരിച്ചു. വേറൊരിക്കൽ ഒരു സ്ത്രീ വെൺകൽ ഭരണി പൊട്ടിച്ച് യേശുവിൻ്റെ മേൽ ഒഴിച്ചപ്പോൾ, ഈ വെറും ചെലവെന്തിന്, ഇത് ദരിദ്രന്മാർക്ക് കൊടുക്കരുതെന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, ദരിദ്രർ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഞാൻ കൂടെ എപ്പോഴും കാണത്തില്ല. പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ? ദരിദ്രർ കൂടെ ഉണ്ട്, ഞാനിവിടെ കാണത്തില്ല. ഞാൻ ദരിദ്രർക്ക് കൊടുക്കുക. യേശുവിൻ്റെ ആദ്യത്തെ പ്രസംഗം ഇതാണ്, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ ഞാൻ വന്നിരിക്കുന്നു. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആത്മീയമായി, ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി, ഹൃദയത്തിലെ സന്തോഷത്തിൽ ദരിദ്രരായവരെ നിറയ്ക്കാനാണ് കർത്താവ് വന്നത്. അവൻ ഏതെങ്കിലും പടകിൽ കയറി നിന്നാൽ മീൻ ചാടി അവിടെ കയറും. അവൻ ഏതെങ്കിലും അപ്പം കയ്യിലെടുത്താൽ അത് വർദ്ധിച്ച് 5000 പകത്ത് കൊടുക്കപ്പെടും. അവൻ ഏതെങ്കിലും രോഗിയുടെ മേൽ തൊട്ടാൽ ആരോഗ്യം കൊണ്ട് നിറഞ്ഞു വരും. നഷ്ടപ്പെട്ട അവയവങ്ങൾ ഉണ്ടായി വരും. അവൻ ദരിദ്രനല്ല, അവൻ സകലത്തിൽ സമ്പന്നനാണ്. അവൻ ദൈവപുത്രനാണെന്ന് ഇവിടെ തെളിയിച്ചു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അത്ഭുത സാക്ഷ്യം. 1.5 വർഷമായി ശരീരം മുഴുവൻ ചൊറിഞ്ഞു പൊട്ടിക്കൊണ്ടിരിക്കുക. യേശുവെന്ന് വിളിച്ച് ഈ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദേ ബ്രദറെ ചൊറിച്ചിൽ മാറി, പുതിയ ഉന്മേഷമായി, ഒരത്ഭുത സൗഖ്യം. അതെ, ചൊറിച്ചിൽ മാറി. എത്ര നാളായിട്ടുണ്ടായിരുന്നു? 1-2 വർഷത്തിനാ തുടങ്ങിയതാ. ഈ കയ്യിലെല്ലാം ഒരു വല്ലാത്ത വ്രണം പോലെ ഉണ്ടല്ലോ. നിങ്ങൾ നോക്കിയേ, ഇത് കണ്ടോ? ഈ കൈ കണ്ടോ ഇരിക്കുന്നേ? സദാസമയം ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, കാലും ശരീരം ആസകലം. എന്നാൽ ഈ ബ്രദർ ഇപ്പോൾ പറയുന്നത്, പ്രാർത്ഥിച്ചതിലൂടെ ചൊറിച്ചിൽ മാറി, ശരീരത്തിൽ വിടുതലായി. കാര്യം അടിച്ച് കർത്താവിനെ സ്തുതിക്കാം. സദാസമയം ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, സദാസമയം ചൊറിച്ചിലും ചോര ബ്ലഡ് വരൊക്കെ ആയിരുന്നു. ഇവിടെ വരുമ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരുന്നായിരുന്നു. പ്രാർത്ഥിച്ചപ്പോൾ എന്താ അനുഭവം ഉണ്ടായേ? കുറച്ച് മാറ്റങ്ങൾ വന്നു ചൊറിച്ചിലിന്. ചൊറിച്ചിന് ശരീരത്തിന് ഒരു പ്രത്യേക ഒരു സുഖം കിട്ടി. കാര്യം അടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ആർപ്പോടെ കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. പ്രിയപ്പെട്ടവരെ, എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് നമ്മൾ കേട്ടത്. എത്ര അത്ഭുതകരമായ വലിയ സാക്ഷ്യമാണ് നമ്മൾ. കർത്താവ് ഇന്നും വലിയ അത്ഭുതങ്ങൾ ചെയ്യുക. ആ പ്രിയപ്പെട്ട സഹോദരന് കിട്ടിയ അത്ഭുത രോഗ സൗഖ്യം ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതേ കർത്താവ് നിങ്ങളുടെ മുറിയിൽ തൊട്ടടുത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, 2008 യെരുശലേമിലേക്ക് പോകാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ആ തുറന്ന കല്ലറയ്ക്കകത്ത് കയറി അവിടെ എല്ലാം നോക്കി, എവിടെയെങ്കിലും അവനെ കണ്ടില്ല. ഇന്ന് അവൻ ഉയർത്തെഴുന്നേറ്റ് ഈ ലോകത്തിൽ ഒരു മനുഷ്യനും ചെയ്യാത്ത കാര്യം നമ്മുടെ കർത്താവ് ചെയ്തു. അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ കൂടെയുണ്ട്. എവിടെ കൂടിയാലും യേശു ഇങ്ങനെ പറഞ്ഞ, ഈ ഭൂമിയിൽ 2 പേർ ഒറ്റ മനസ്സോടെ എവിടെ കൂടിയാലും അവിടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. നിങ്ങൾ എൻ്റെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. ഇപ്പോൾ തന്നെ നാം പ്രാർത്ഥിക്കുമ്പോൾ എനിക്കറിയാം കർത്താവ് തൊടുന്ന അനുഭവം നിങ്ങൾക്കുണ്ടാകും. ആ ശരീരത്തിലെ ആ ബ്ലഡിലെ രോഗാവസ്ഥകൾ ഇപ്പോൾ തന്നെ കർത്താവ് സൗഖ്യമാക്കും. കൗണ്ടിലെ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ തന്നെ അത്ഭുതകരമായി കർത്താവ് സൗഖ്യമാകും. ആ വൈറ്റ് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കുറവ് ആയിട്ട് എന്നെ കേൾക്കുന്ന വ്യക്തികളുണ്ട്. ഇന്ന് യേശുവിൻ്റെ അത്ഭുതകരം നിങ്ങളെ തൊടുമ്പോൾ തന്നെ സൗഖ്യം നടക്കാൻ പോവുകയാണ്. നമുക്കൊരു മനസ്സോടെ ഒന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന കരുണാസമ്പന്നനാകുന്ന ഞങ്ങളുടെ പ്രിയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ അപ്പം ഞങ്ങൾ ഒരു മനസ്സോടെ ഇന്ന് അവിടുത്തെ സന്നിധിയിലേക്ക് വരികയാണ്. കർത്താവ്, ഇന്ന് ഈ പ്രിയപ്പെട്ടവർ ഈ പ്രോഗ്രാം കാണുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പ് എൻ്റെ കർത്താവ് ഈ പ്രിയപ്പെട്ടവരെ തിരഞ്ഞെടുത്തുകൊണ്ടാണ്. എൻ്റെ കർത്താവിന് ഇവരെക്കുറിച്ച് ഒരു വലിയ പദ്ധതി ഉള്ളതുകൊണ്ടാണ്.
ഈശോ അടിയങ്ങൾ പ്രാർത്ഥിക്കും. ഇപ്പോൾ തന്നെ ആ ബ്ലഡിൻ്റെ അകത്തുള്ള എല്ലാ ആ പ്രോബ്ലം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാണ്. ആ ഹീമോഗ്ലോബിൻ്റെ കൗണ്ട് കുറവായിട്ട് എന്നെ കേൾക്കുന്ന വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അതിൻ്റെ കൗണ്ട് നോർമലാകട്ടെ. ബ്ലഡ് വൈറ്റ് പ്ലേറ്റ്ലെറ്റ്സ് യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കൗണ്ട് നോർമലാകട്ടെ. കർത്താവെ, അങ്ങയുടെ വചനം ആ ജീവനിരിക്കുന്നത് രക്തത്തിലാണ്. കർത്താവെ, അങ്ങയുടെ ജീവദായക രക്തം ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഊറ്റി തന്നല്ലോ. അങ്ങയുടെ ജീവനാണ് ഞങ്ങൾക്ക് വേണ്ടി തന്നത്. ഇപ്പോൾ തന്നെ ആ ജീവൻ ഈ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. ഈ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ ശക്തി യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ശരീരത്തിൻ്റെ മേൽ വ്യാപരിക്കുമ്പോൾ ഇപ്പോൾ തന്നെ ആ അസ്വസ്ഥതകൾ മാറട്ടെ. ആ മൂക്കിൻ്റെ പാലം വളഞ്ഞിരിക്കുന്ന അവസ്ഥ, നാളുകളായി ശരിയായി ശ്വാസോച്ഛ്വാസം ചെയ്യാൻ കഴിയാതെ ഡോക്ടർമാർ സർജറി പോലും സജസ്റ്റ് ചെയ്തിരിക്കുന്ന വ്യക്തി എന്നെ കേൾക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുതം നടക്കട്ടെ. സർജറി കൂടാതെ തന്നെ അത്ഭുതം നടക്കട്ടെ. ആ മൂക്കിൻ്റെ ആ വളവ് യേശുവിൻ്റെ നാമത്തിൽ നുവർന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അപ്പോൾ തന്നെ ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ആക്സിഡന്റ് ഉണ്ടായി, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു, പല പ്രാവശ്യം സർജറി ചെയ്ത വ്യക്തി എന്നെ കേൾക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുതം നടക്കട്ടെ. കർത്താവെ, പരിപൂർണ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അവിടെ വ്യാപരിക്കട്ടെ. ആ വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ വേദനയാണ് വഹിച്ചത്, ഞങ്ങളുടെ രോഗങ്ങളെ അങ്ങ് സഹിച്ചത്. അതുകൊണ്ട് ഒരു രോഗത്തിനെയും ഒരു വേദനയും ഈ ശരീരങ്ങളിൽ അനുവദിക്കുന്നില്ല. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തിയാൽ ശരീരങ്ങളിൽ നിന്ന് രോഗാവസ്ഥകൾ വിട്ടുമാറട്ടെ. കുടുംബ ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് വ്യാകുലപ്പെട്ടിരിക്കുന്ന, വിദേശത്തായിരിക്കുന്ന ഒരു കുഞ്ഞ് ജോലിയില്ലാത്ത അവസ്ഥയിൽ ഭാരപ്പെട്ടിരിക്കുന്ന, തന്നെക്കുറിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന മാതാവേ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ കർത്താവ് അവന് വേണ്ടി ഒരു അത്ഭുത വഴി തുറക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. കർത്താവ്, ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ എന്നെ കാണുന്ന ഓരോ വ്യക്തികളുടെയും ശരീരത്തിൽ തൊട്ടറിയാവുന്നതുപോലെ, തിരിച്ചറിയാവുന്ന പോലെ അവിടുത്തെ സാന്നിധ്യം വെളിപ്പെടട്ടെ. പൊന്നു പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അത്യന്ത ശക്തി ഇപ്പോൾ തന്നെ ആ ശരീരങ്ങളിൽ വ്യാപിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. പരിപൂർണ വിടുതൽ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, അങ്ങ് അത് ചെയ്തിരിക്കാൻ നന്ദി. പുത്രന്റെ നാമത്തെ മഹത്വപ്പെടുത്തിയതിനായി നന്ദി പറയുന്നു പിതാവേ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. അത്ഭുതം കർത്താവ് ചെയ്തിട്ടോ. വീണ്ടും നാം കാണുന്നത് വരെ കർത്താവ് തന്റെ കൃപയിൽ നമ്മളെ ഓരോരുത്തരെയും സൂക്ഷിക്കുമാറാകട്ടെ. കർത്താവ് സമൃദ്ധമായി ഏവരെയും അനുഗ്രഹിക്കും.